കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ കളഭാലങ്കാര രൂപം ഏതാണ്, ഭക്തരെ ഏത് രൂപത്തിലാണ് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് എന്നെല്ലാം അറിയാനുള്ള ആഗ്രഹവുമായിട്ട് നമുക്ക് ഗുരുവായൂർക്ക് വരാം. അങ്ങനെ ആദ്യം തന്നെ ഗുരുവായൂരെ കിഴക്കേ നടയിലേക്ക് എത്തിയിട്ട് വലിയ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ആ ഗണപതിനെ കണ്ടു തൊഴാം. അപ്പോൾ സർവ്വവിഘ്നങ്ങളും ഹരിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് ഗണപതി ഭഗവാൻ ഒപ്പം ഉണ്ടാവും. അവിടെ വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി ഇനി നേരെ നമുക്ക് ഗോപുരവാതിൽ കഴിഞ്ഞ് അകത്തോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിക്കോളൂ. നേരെ നമ്മൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുകയാണ്. അതായത് കയറുന്ന ഭാഗത്തുനിന്ന് ഇടത് വശത്തേക്ക് നോക്കിയാൽ ആ പീഠം കാണാം. അപ്പോൾ മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയിരുന്ന ആ പീഠമാണ്. അപ്പോൾ അത് മനസ്സിൽ വിചാരിച്ച് സ്മരിക്കുക. അതുപോലെ വലതുവശത്ത് അദ്ദേഹത്തിന് ദർശനം നൽകിയ നരസിംഹാവതാര രൂപ ദർശനം നൽകിയ ആ തൂണ് നോക്കി കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ, നല്ല തിളക്കാണ്. കാരണം പൊന്നിൻ്റെ വിളക്കിൽ നിറയെ നെയ്ദീപം വെച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയാണല്ലോ ശ്രീലകത്തെ ഏത് സമയത്തും. അപ്പോൾ അവിടെ അതിലിങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ എന്താ ഒരു രസം, മനോഹരമായ ആ ഒരു തിരുമുഖമൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ കളഭച്ചാർത്തിലൂടെ. അപ്പോൾ അതിങ്ങനെ നോക്കി കാണുമ്പോൾ രണ്ട് കാലുകൾ ഇങ്ങനെ മടങ്ങി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാൽത്തളകൾ കാണാനുണ്ട്. മുട്ട് കുത്തി നിൽക്കുക കേട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. അങ്ങനെ മുട്ട് കുത്തിയിട്ടെന്ന് കുസൃതിയിലായി നിൽക്കണേ. മുട്ട് കുത്തിയിട്ട് നിൽക്കാൻ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട് കുത്തിയിട്ട് നിൽക്കുക. അപ്പോൾ അത് മാത്രമല്ല, വലത്തെ കയ്യിൽ വെണ്ണൂരില കൊടുത്തിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും കൊടുത്തിട്ടുണ്ട്. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ നിന്നപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല ഇരിക്കുകയല്ല, ഞാൻ നിൽക്കുകയാണ്, ഞാൻ മുട്ടുകുത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടേ യശോദാമ്മോട് കുസൃതി കാണിച്ച് നിൽക്കുന്ന ആ ഭാവത്തിലാണ്. അപ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുസൃതിയാണ് തെളിയുന്നത്. മനോഹരമായിട്ട് വളരെ കൗതുകപരമായിട്ടാണ് ആ കണ്ണനെ ഇന്ന് കളഭാലങ്കാരം ചാർത്തിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. അതുപോലെ തിരുമുഖത്ത് ആ പൊന്നിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതുപോലെ മാറത്തും ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അത് രണ്ടുമാണ് ഈ കൈവളകളുടെയും അതേപോലെ തോൾവളകളുടെയും. അതൊക്കെ പാടെ കാണുന്നത് കൊണ്ടാണ്, പൊന്നിൻ്റെ ഇത് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര തിളക്കം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ വളരെ മനോഹരമായിട്ടിങ്ങനെ കളഭച്ചാർത്തിൽ കളഭം കൊണ്ടൊരു പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്ത് നല്ലൊരു എന്താ പറയുക, ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ ഉള്ള ആ പൊന്നുണ്ണീനെ കാണാനുള്ളത്. അതേപോലെ 3 തിരുമുടിമാലകളുണ്ട്. മഞ്ഞപ്പൂവും വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ള ഒരെണ്ണം. ഏകദേശം അതേപോലെ തന്നെ 2-3 എണ്ണം ഉണ്ട്. തിരുമുടിമാലകൾ ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ട് ചൂടിയിട്ടുണ്ട്. അതുപോലെ ഉണ്ടമാലകൾ 2 എണ്ണമാണ്. തുളസിപ്പൂവിൻ്റെയും തെച്ചിപ്പൂവിൻ്റെയും ആയിട്ടുള്ള ഒന്നും ഒക്കെ. ഇപ്പോൾ ഈ ചുവന്ന പൂവിൻ്റെ ആ ഒരു കനകാമ്പരം പോലത്തെ കളറിലുള്ള പൂക്കളും ധാരാളം ഉണ്ട്. അപ്പോൾ 3 സമം ചേർത്ത് ഉള്ള പോലെയാണ് ആ ഉണ്ടമാലകൾ കാണാനുള്ളത്. അത് ഒരെണ്ണം താഴത്തുനിന്ന് മുകളിലോട്ടും ഒരെണ്ണം മുകളിൽ നിന്ന് താഴോട്ടും, അങ്ങനെ 2 എണ്ണമാണ് കാണാനുള്ളത്. അത് നല്ല കൗതുകകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഗുരുവായൂരപ്പൻ്റെ ആ എന്താ പറയുക, ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇങ്ങനെയൊക്കെ അലങ്കാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുമ്പോഴേ
നമുക്കിങ്ങനെ കാണാൻ എന്ത് രസമാണ്. അപ്പോൾ നമ്മളെ പൊന്നുണ്ണി ഇന്നിങ്ങനെ മുട്ടുകുത്തിയിട്ട് നിൽക്കുന്ന വെണ്ണയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ശ്രീലകത്തുള്ളത്. ഭക്തരെ കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തിന് മുൻപിലാണ്, ഭക്തരെ കാണാനായിട്ട് നിൽക്കുകയാണ് എന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. അപ്പോൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് ആ പ്രാർത്ഥന എന്താണോ നമുക്ക് മനസ്സിലേക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടും. കാരണം അവിടെ ചെന്നിട്ട് തന്നെ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളെ മനസ്സിലാണ് ആ ഭഗവാന്റെ കടാക്ഷം എത്തേണ്ടത്. ശരീരം എത്താത്തവർക്കും ആ മനസ്സ് അവിടെ എത്തിയാൽ മതി. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന സമയത്ത്, ഈ കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്നുള്ള ആ ഒരു ചിന്ത മാത്രം മതി. അപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം, കളഭാലങ്കാരം കാണുകയാണ് എന്ന് ചിന്തിക്കുക. ഗുരുവായൂർ എത്തിയിട്ട് നമ്മൾ കണ്ടു, ഗുരുവായൂരപ്പൻ്റെ സോപാനത്തിലാണ്, സോപാനത്തു നിന്ന് ഇറങ്ങുകയാണ് ഇനി. അങ്ങനെ കണ്ട് തൊഴുത് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ രാവിലത്തെ ആ ഗണപതി ഹോമം നടത്തുന്ന, ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുക. വളരെ പ്രസക്തമായ സ്ഥലമാണത്. ഇപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പുണ്യവും ഭഗവാനെ നേദ്യം തയ്യാറാക്കുന്നതിൻ്റെ പുണ്യവും ഒക്കെ അവിടെയാണ്. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ട് തൊഴുക. അങ്ങനെ തൊഴുത് അഗ്നികോണിലൊക്കെ നോക്കി തൊഴുത് ഇങ്ങനെ വരുമ്പോൾ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതിനുശേഷം നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോവാം. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ കുറച്ചൊക്കെ തിരക്കുണ്ട്. എങ്കിൽ കൂടി നമുക്കതിലൂടെ പോയി ആന തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കണ്ട്, ആ തുമ്പിക്കൈയൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധാരാളം പൂക്കൾ അർപ്പിച്ചിട്ടുണ്ട്, കുറച്ച് പഴമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പിന്നെ അതേമാതിരി വലിയ ആ എന്താ പറയുക, സ്വർണത്തിൻ്റെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് മാലകൾ ധാരാളമുണ്ട്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ടു തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ട് തൊഴുതു ഏത്തൊക്കെ ഇട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. സരസ്വതി ദേവീനെയും തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് ഇങ്ങനെ പോരുമ്പോൾ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കാണാം. ആ വിഘ്നേശ്വരൻ്റെ ചെറിയ വിഗ്രഹത്തിൽ തൊട്ട് തലോടിയിട്ട് അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം അങ്ങനെയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്ന് കാണാം. അതിനുശേഷം മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തൊട്ട് വരുമ്പോൾ ആനന്ദശായിയായ അനന്ത ഭഗവാനെ കാണാം. അനന്തപത്മനാഭ ഭഗവാനെ കണ്ട് തൊഴാം. വിളക്കിൽ നിറയെ മഹാലക്ഷ്മിയുടെ വിളക്കിൽ നിറയെ നെയ്യ് ഉണ്ട്. നല്ല ദീപം ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. ധാരാളം മാലകളുണ്ട്. ഒക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ശ്രീലകത്തെ പൊന്നുണ്ണിയുടെ പോലെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ വീണ്ടും ശ്രീരാമസ്വാമീനെയും ബലരാമസ്വാമീനെയും ഒക്കെ പരശുരാമസ്വാമീനെയൊക്കെ കണ്ടിങ്ങനെ വന്ന് വീണ്ടും കൃഷ്ണൻ്റെ ചെറിയ വിഗ്രഹം കാണാം. അവിടെ മാല ചാർത്തിയിട്ടുണ്ട്, തുളസിമാല. അതൊക്കെ കണ്ട് വന്ന് ഭഗവാന്റെ മുരുകസ്വാമീനെ കാണാം. അനന്തശായിയായ അവിടെയൊക്കെ നമ്മൾ തൊഴുതു. ഇനി ഹനുമാൻ സ്വാമീനെ തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുങ്കുമൊക്കെ ഉണ്ട് കേട്ടോ, ധാരാളം കുങ്കുമമുണ്ട്. ഒരു വെറ്റിലമാല ചാർത്തിയിട്ടുണ്ടാരോ. അതൊക്കെ കണ്ട് തൊഴുത് ആ കുങ്കുമം എടുത്ത് തൊട്ട് അങ്ങനെ ആ ഓവിൻ്റെ അടുത്തായിട്ട് വന്ന് പ്രാർത്ഥിക്കാം.
അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നേരെ ഗ്രില്ലിൻ്റെ ഇപ്പുറത്തേക്ക് കിടന്ന് ആ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോൾ ആ മണിക്കിണർ കാണാം. ഭഗവാന് തീർത്ഥമൊക്കെ ഉപയോഗിക്കാനെടുക്കുന്ന മണിക്കിണർ, തുലാഭാരത്തിനൊക്കെ തീർത്ഥം ഉപയോഗിക്കുന്ന മണിക്കിണർ കണ്ടു തൊഴാം. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലോ, നമ്മുടെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. അവിടെ കിടാവിളക്കുണ്ട്. അപ്പോൾ അവിടെ ആ നൃത്താറയിൽ നോക്കിക്കഴിഞ്ഞാൽ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലിങ്ങനെ തെളിയും. ഒരു ചെറിയ കുട്ടി കണ്ണനായിട്ടിങ്ങനെ നൃത്തം ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ആ ഒരു മനസ്സിലേക്കത് ഓടിയെത്തും. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നേരെ പുറത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ടു തൊഴുതു. ഇനി വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ നോക്കുമ്പോൾ ആ പ്രസാദം വിതരണം ചെയ്യുന്ന സ്ഥലം കാണാം. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി തീർത്ഥമൊക്കെ വാങ്ങി നേരെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാൻ പോവാം. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. അതിനിടയിലൂടെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവതിയെ നേരിട്ട് കാണാം. ഭഗവതി പറഞ്ഞ മാതിരി നേരെ തുറസ്സമായ സ്ഥലത്തല്ല ഇരിക്കുന്നത്. അപ്പോൾ കാളി രൂപത്തിലൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഉത്സവം നാളെ മറ്റന്നായി 5-ാം തീയതിയാണ് പിള്ളേര് താലപ്പൊലി. അപ്പോഴേക്ക് ഭഗവതി വളരെ, ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു, അതിസുന്ദരിയായിട്ടാണ്. അപ്പോൾ സുന്ദരഭാവത്തിലാണ്. കാരണം വൈകുന്നേരത്തെ രാത്രിത്തെ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് ആ ഒരു പ്രസന്നതയും കൂടിയാണ് ഉണ്ടാവുക. അപ്പോൾ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ പൊട്ടൊക്കെ വെച്ചിട്ടാണ് എടത്തരികത്തുകാവിലെ അമ്മ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായി. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മേനെ അവിടെ നിന്ന് തൊഴുത് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ മമ്മിയൂരപ്പനെ കണ്ടു തൊഴാനായിട്ട് ആ സൈഡിലേക്ക് നോക്കാം. അവിടെ വന്ന് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ച് നേരെ നമുക്ക് കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കിയാൽ കൊടിമരത്തിൻ്റെ അധിയേനെ അങ്ങനെ പോരാം. അങ്ങനെ കൊടിമരത്തിൻ്റെ അധിയേനെ പോകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നേരെ കൊടിമരത്തിൻ്റെ അവിടേക്കുള്ള ദർശനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സമയവും കൊടിമരം വഴി ആണ് വിടുന്നത്. നേരിട്ട് ഫ്ലൈ ഓവർ കയറാത്ത വളരെ ദുർലഭം സമയത്ത് മാത്രമാണ് ഫ്ലൈ ഓവർ കയറിയിട്ട് ഭക്തർക്ക് പോരാൻ പറ്റുള്ളൂ. അത്രയും തിരക്കല്ലേ. അപ്പോൾ അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നും കൂടി ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിയെ മുട്ടുകുത്തി നിൽക്കുന്ന ആ വെണ്ണക്കണ്ണനെ കാണാൻ കഴിയും. അങ്ങനെ കണ്ട് തൊഴുത് ഇനി നമുക്ക് നേരെ ഇപ്പോൾ അവിടെ നമസ്കരിക്കാനൊന്നുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ നേരെ കൂത്തമ്പലത്തിലേക്ക് നോക്കാം. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നോക്കി തൊഴുത് ഇനി അയ്യപ്പസ്വാമിയുടെ അവിടെ വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ ഇതേമാതിരി നല്ല തിരക്കൊക്കെ ഉണ്ട്. സ്വാമിമാരുടെ തിരക്കൊക്കെ ഉണ്ട്. മാല ഇടുന്നവരുണ്ട്. അപ്പുറത്തൊക്കെ മാല ഇടുന്നവരും കെട്ട് നിറയ്ക്കുന്നവരും ഒക്കെ ആയിട്ട് ധാരാളം സ്വാമിമാരുണ്ട്. ഇപ്പോൾ കഴിയാറായല്ലോ. ഇനിയിപ്പോൾ 14-ാം തീയതി വിളക്കും. ഒരു 20-ാം തീയതി 21-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് സ്വാമിമാരുടെ തിരക്കൊക്കെ കുറയും. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമീനെ ഒന്ന് നോക്കാം. അവിടെ ആ ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കാണാൻ വളരെ രസമായിട്ട് നിറയെ പൂവുകൾ നല്ല ഉണ്ട്. കാരണം അലങ്കരിച്ച പൂക്കളും അഭിഷേകം ചെയ്ത പൂക്കളും പുഷ്പാഞ്ജലി പ്രസാദത്തിനുള്ള ആ പൂക്കളൊക്കെ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത ആ പ്രസാദങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ പടിഞ്ഞാറ നടയിലേക്ക് എത്തി. പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ
ആ വേണുഗോപാല സ്വരൂപം കാണാം. അതുപോലെ ആ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാലും വേണുഗോപാലനായിട്ടാണ് മുരളീധരൻ്റെ ഭാവത്തിലാണ് കാണുക. അപ്പോൾ കണ്ടു തൊഴാം. അപ്പോൾ എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ വന്നു. ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജയും കളഭച്ചാർത്തും എല്ലാം നമ്മൾ കണ്ടു, തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ ദർശന പുണ്യം ലഭിച്ചു എന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ മനസ്സിൽ ചിന്തിച്ച ആ പുണ്യം നമ്മളിലേക്ക് എത്തി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.